ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സെൽഫ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്. അപ്പോൾ ഫോറക്സിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടുകൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ അല്ലാതെ മറ്റുള്ളവരുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലൊന്നുമില്ല, ഫോറക്സ് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരമുണ്ട്. അപ്പോൾ അതാണോ നല്ലത്, അല്ലെങ്കിൽ സെൽഫ് അക്കൗണ്ട് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതാണോ ബെറ്റർ എന്നുള്ളതാണ് ഒരു കമ്പാരിസനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായും താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫണ്ടഡ് അക്കൗണ്ട് കൊണ്ടുള്ള ബെനിഫിറ്റും അതുപോലെ സെൽഫ് അക്കൗണ്ട് കൊണ്ടുള്ള ബെനിഫിറ്റും രണ്ടും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് സെൽഫ് അക്കൗണ്ട് ചെറിയ എമൗണ്ടൊക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് XNS ബ്രോക്കറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പഠിച്ച് അതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ മണി ഇട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഡെമോ അക്കൗണ്ടിൽ റിയൽ മാർക്കറ്റ് പോലെ തന്നെ ആയിരിക്കും. അതിൽ ലഭിക്കുന്ന പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. റിയൽ അക്കൗണ്ടിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഡെമോ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നമ്മൾ വ്യത്യാസം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് ഏതാണ് നല്ലത് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ സെൽഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. സെൽഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു XNSൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രോക്കറുടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും അല്ലേ. ആ ഒരു അക്കൗണ്ടിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങൾക്ക് അതിൽ ഡിപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതുപോലെ യാതൊരു റൂൾസും ഇല്ല. നിങ്ങൾക്ക് ന്യൂസ് ടൈം ഉണ്ട്, ആ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ലിവറേജ് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിലായിരിക്കും. നിങ്ങളുടെ ഓൺ മണിയിൽ നിങ്ങളിപ്പോൾ മിനിമം $50 ഇടുകയാണെങ്കിൽ ആ USD അതിന് നിങ്ങൾക്ക് 1000 2000 വരെ ലിവറേജ് ലഭിക്കുന്നതാണ് ആ ഒരു മണിക്ക്. ആ ലിവറേജ് ഉപയോഗിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ടൈമിന് നിങ്ങളുടെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ക്യാപിറ്റലിൻ്റെ കൺട്രോൾ നിങ്ങളായിരിക്കും, റിസ്ക് നിങ്ങളതായിരിക്കും, സ്ട്രാറ്റജി നിങ്ങളതായിരിക്കും. ഏത് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് യാതൊരു പ്രശ്നമുണ്ടായിരിക്കുന്നില്ല സെൽഫ് അക്കൗണ്ട് ആണെങ്കിൽ. അതുപോലെ അതിൽ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫണ്ടഡ് അക്കൗണ്ടുകളാണെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ആയിരിക്കും. നമ്മൾ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ നമുക്ക് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 20% അവർക്കും 80% നമുക്കും ആ രീതിയിലായിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ. ഒരു 90% പ്രോഫിറ്റ് ഫണ്ടഡ് ഫേംസുകളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ക്യാപിറ്റലാവുമ്പോൾ ഫുൾ മണി റിസ്ക്, നമ്മുടെ ഓൺ എത്രയാണ് ക്യാപിറ്റൽ അത് ഫുള്ള് നമുക്ക് പോയി കഴിഞ്ഞാലും അത് റിസ്ക് നമ്മുടെയാണ് ഫുള്ളായിട്ട് ബാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മണി ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ കൺട്രോൾ ക്യാപിറ്റലാണെങ്കിലും റിസ്ക് ആണെങ്കിലും നമ്മുടെ ബാധിക്കുന്നതായിരിക്കും ഫുള്ളായിട്ടുള്ളത്. അത് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന 100% നമുക്ക് തന്നെ ആയിരിക്കും പ്രോഫിറ്റ്. ഏത് സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ബ്രോക്കറിലുണ്ട്. അതുകൊണ്ട് ആ ഒരു സമയത്തിന് നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ ലൂസ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ഇപ്പോൾ $50 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ $50 നമുക്ക് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്കായിരിക്കും ബാധിക്കുക. അതുപോലെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ട് $1000 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ $1000 പ്രോഫിറ്റ് കിട്ടിയാലും അല്ലെങ്കിൽ ലോസ് ആയാലും നമ്മളായിരിക്കും ബാധിക്കുക എന്ന് പറഞ്ഞത്. ഇനി ഫണ്ടഡ് അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ $50 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ $50 നമ്മൾ പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5000 അല്ലെങ്കിൽ പല ഫേമുകളുടെ 5000 മിനിമം നമുക്ക് നോക്കാം. $5000 ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെയിൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ $50 ആണ്. അല്ലാതെ നമുക്ക് കൂടുതൽ റിസ്കുകളൊന്നുമില്ല. നമുക്ക് എത്ര ലോസ് വന്നാലും നമുക്ക് ഈ $50 മാത്രമേ നഷ്ടമാവുള്ളൂ. അതുപോലെ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചലഞ്ചുകൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന $5000 ഉപയോഗിച്ച് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 80 to 20 അല്ലെങ്കിൽ 70 to 30 ആയിരിക്കും അവരുടെ പോർഷൻ നമുക്ക് കിട്ടുന്ന സ്പ്ലിറ്റ്. അപ്പോൾ ചെറിയൊരു മണി കൊടുത്തിട്ട് ചെറിയൊരു $100 കൊടുത്തിട്ട് നമുക്ക് വലിയ ഫണ്ടഡ് അക്കൗണ്ടുകൾ നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഒരു $100K $100,000 $1,00,000 ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു
350 മുതൽ 450 വരെയുള്ള ഡോളേഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ അതിലുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ $5000 ഒരു അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് റിസ്ക് എന്ന് പറയുന്നത് അതിൽ ഡെയിലി ലോസും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാക്സിമം ഡ്രോ ഡൗൺ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് ഇതിൻ്റെ 10% ആയിരിക്കും. $5000 അക്കൗണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് $500 വരെ നമുക്ക് എന്താ പറ്റും, ലോസ് വരുത്താൻ പറ്റും. എന്നാൽ നമ്മുടെ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ $50 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $50 മാത്രമേ നമുക്ക് ലോസ് വരുത്താൻ പറ്റുള്ളൂ. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ വൈപ്പ് ഔട്ടായി. അതുപോലെ ഈ ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് ഡയറക്റ്റ് ഫണ്ട് തരില്ല. അതിൽ ഇവാലുവേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഇവാലുവേഷൻ പ്രോഗ്രാമുകൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതുപോലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ 2 സ്റ്റെപ്പുകളായിട്ടാണ്. അതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ഇവാലുവേഷൻ മാത്രമുള്ള ഫണ്ടഡ് ഫേമുകളുണ്ട്, അതിന് കുറച്ച് റേറ്റ് കൂടും. പിന്നെ ഇൻസ്റ്റൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേഷൻ ചലഞ്ച് പാസ്സാവാതെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫണ്ട് തരുന്ന ഫണ്ടിങ് ഫേമുകളുമുണ്ട്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് എന്ന് പറയുന്ന ഫേമുണ്ട്. നല്ല രീതിയിൽ അധികം റൂളുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫണ്ട് തരുന്നൊരു നല്ലൊരു ഫേം തന്നെയാണ്. ഞാൻ പേ ഔട്ടൊക്കെ എടുത്തതാണ്, എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന ഫേമാണ്. ഇപ്പോൾ അതിൽ തന്നെ ചലഞ്ച് ഫേസുകളുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പും 2 സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതിൽ ഓൺ ഡിമാൻഡ് പേ ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫണ്ടഡ് ഫേമുകളിലേക്ക് പോകുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫണ്ടഡ് ഫേമുകൾ എടുക്കാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റൻറ്റ് ഫണ്ടായിട്ടുള്ള ഫണ്ടഡ് ഫേമുകൾ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ ഈ ഒരു ഫേം മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകളുണ്ടാവും. ഫണ്ടഡ് ഫേമുകളിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകളുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻ്റ് ട്രേഡ് എടുക്കുമ്പോൾ അതിൽ ലോട്ട് സൈസ് ഇത്ര ലിമിറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ റൂൾ എന്ന് പറഞ്ഞിട്ട് 150% മാർജിൻ റൂൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ വേറെ പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇത്ര ചെറിയ ഒരു മിനിമം ഹോൾഡിംഗ് ടൈം ഉണ്ടാവും. ഡെയിലി ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മിനിറ്റെങ്കിലും മിനിമം ഹോൾഡ് ചെയ്യണം. അല്ലെങ്കിൽ അത് HFT ട്രേഡായിട്ട് കണക്കാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂൾസുകൾ കാര്യങ്ങളുണ്ടാവും. അതുപോലെ നിങ്ങൾ മിനിമം 5 ട്രേഡിംഗ് ഡേയ്സ് എങ്കിലും പ്രോഫിറ്റബിൾ ട്രേഡിംഗ് ഡേയ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ വിഡ്രോവൽ ബൈ വീക്കിലായിരിക്കും, ചിലത് വീക്കിലി ആയിരിക്കും, ചിലത് മന്ത്ലി ആയിരിക്കും. ആ രീതിയിലായിരിക്കും വിഡ്രോവൽ. നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ റൂൾസുകൾ ഈ ഒരു ഇതിലുണ്ടാവും. പിന്നെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഓൺ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു റൂൾസും ഇല്ല. നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് നമുക്ക് ഏത് സമയത്ത് നമുക്ക് വാങ്ങും വെക്കും ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി 80-20 ആണ് വരുന്നത്. 80% നമുക്കും 20% അവർക്കും ആ രീതിയിലായിരിക്കും വരിക. അപ്പോൾ 50,000 അക്കൗണ്ട് 50,000 രൂപയുടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇവാലുവേഷൻ പാസ്സാവണമെങ്കിൽ 10% $5,000 ആയിരിക്കും ഫസ്റ്റ് ഫേസ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അപ്പാക്കി കൊടുക്കണം. അതുപോലെ നമുക്ക് സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞത് $4,000 8% ആണ് വരാറ്. ഇനിയിപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ $5,000 പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 80% നമുക്ക് $4,000 നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഈ 50,000 10% നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 5,000 ഫസ്റ്റ് ഫേസ് പാസ്സാവാൻ വേണം. അപ്പോൾ അതേ രീതി നമ്മൾ ചെറിയൊരു ക്യാപിറ്റൽ നമ്മുടെ ഓൺ അക്കൗണ്ടിൽ ഇടുകയാണെങ്കിൽ നമുക്ക് 10%, ഇപ്പോൾ ഈ $50,000 ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 10%, അല്ലെങ്കിൽ നമുക്ക് ലിവറേജ് $100 ചെയ്യുന്നതെങ്കിൽ നമുക്ക് 10% എന്ന് പറയുമ്പോൾ $10 ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ $10 നമുക്ക് പിൻവലിക്കാൻ പറ്റും. മറ്റേ അങ്ങനെ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സെൽഫ് അക്കൗണ്ടിൻ്റെ പ്രോ ആൻഡ് കോൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഫ്രീഡം ആയിരിക്കും. അതുപോലെ മറ്റുള്ള ആളുകളുമായിട്ട് മറ്റുള്ള തേർഡ് പാർട്ടി ആയിട്ട് ഒരു റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 100% പ്രോഫിറ്റ് നമ്മളതായിരിക്കും. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഹൈ റിസ്ക് ഓഫ് ലൂസിങ് യുവർ ഓൺ മണി. നമ്മുടെ ഫുൾ മണി ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമുക്ക് ഈ കൺട്രോളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളുണ്ടാവും. അതുപോലെ നമുക്ക് ക്യാപിറ്റൽ സ്കെയിലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ഫണ്ട് തന്നെ നമ്മൾ വെക്കേണ്ടി വരും. മറ്റേത് നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിൽ സ്കെയിലപ്പ് ഓപ്ഷൻസ് അവർ തന്നെ തരും. ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് വഴി നമുക്ക് സ്കെയിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് ബിഗ് ക്യാപിറ്റൽ വിത്ത് സ്മോൾ അപ്പ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ചെറിയൊരു എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക്
വലിയ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പേഴ്സണൽ റിസ്ക് ഉണ്ടായിരിക്കുന്നില്ല. അപ്പം നമ്മുടെ ഇപ്പോൾ 50,000 അക്കൗണ്ട് നമ്മൾ ഒരു $100 വാങ്ങി, $100-120 വാങ്ങിയെന്ന് വിചാരിക്കാം. നമുക്ക് ഇനി 50,000 നമുക്ക് ലോസ് വന്നിട്ട് ഈ അക്കൗണ്ട് അടിച്ചു പോയാലും നമുക്ക് ഈ മാക്സിമം ലോസ് വരിക ഈ $120 മാത്രമായിരിക്കും. ആ അക്കൗണ്ട് പർച്ചേസ് ചെയ്ത എമൗണ്ട് മാത്രമേ ലോസ് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ എമൗണ്ട് ഫസ്റ്റ് കൊടുക്കുന്ന ഫീൻ്റെ റിസ്ക് മാത്രമേ വരുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാവും. ഡെയിലി ലോസ്, ഡ്രോ ഡൗൺ ഒക്കെ ഉണ്ടാവും. പിന്നെ ഡിഫിക്കൽട്ട് ചലഞ്ച്, പിന്നെ പ്രോഫിറ്റ് ഷെയറിങ്, അതൊക്കെ നമുക്കൊരു ഡിസിപ്ലിനോട് കൂടി ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് ആയിരിക്കും ബെറ്റർ ഉണ്ടായിരിക്കും. ഇതിൽ ബിഗിനേഴ്സിന് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് മിനിമം $50 ഇട്ട ശേഷം നിങ്ങൾ ഫണ്ട് അക്കൗണ്ട് നിങ്ങളൊരു കൺസിസ്റ്റൻ്റ് കീപ്പ് ചെയ്ത ശേഷം കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എമൗണ്ടുകൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് മാറുക. ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു $50 നിങ്ങൾ നിങ്ങളുടെ XNSലോ അല്ലെങ്കിൽ ബ്രോക്കറിൽ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം അതിൽ നിന്ന് ഒരു ഫണ്ടഡ് അക്കൗണ്ട്, ഒരു 10K ഫണ്ടഡ് അക്കൗണ്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് അക്കൗണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എമൗണ്ടൊക്കെ വരുന്നത് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ വരുത്തിയ ശേഷം ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് മാറാൻ പറ്റുന്നത്. ഫണ്ട് അക്കൗണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നിങ്ങൾ ക്യാപിറ്റലും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ജോബ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഫണ്ടഡ് അക്കൗണ്ട് വൈസ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. നമുക്കെല്ലാം അടുത്ത വീഡിയോ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.